ഖുറാനിലെ ഒരു അത്ഭുത പ്രവചനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുരാതന ഈജിപ്തിലെ ഒരു ഫറവോയെക്കുറിച്ച്. ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് ഒരു പുസ്തകത്തിന് കൃത്യമായി പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഈ ഒരൊറ്റ വാചകം നൂറ്റാണ്ടുകളോളം ഉത്തരം കിട്ടാത്ത ഒരു വലിയ രഹസ്യത്തിന് തുടക്കമിട്ടു. ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ആ ഫറവോയുടെ കഥയിലേക്കൊന്ന് പോകണം. കഥയനുസരിച്ച് ഫറവോയും സൈന്യവും ചെങ്കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. അതായിരുന്നു ആ ശക്തനായ ഭരണാധികാരിയുടെ അവസാനം. അതോടെ ഫറവോയുടെ ശരീരം ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. ആർക്കും ഒരു തുമ്പും കിട്ടിയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: ആർക്കും കാണാൻ പറ്റാത്തൊരു ശരീരം എങ്ങനെ വരും തലമുറകൾക്ക് ഒരു അടയാളമാകും? ഈ സംഭവങ്ങൾക്കിടയിൽ സമയവ്യത്യാസം നോക്കൂ. ഏകദേശം 2000 വർഷം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇതൊരു വിശ്വാസം മാത്രമായി നിലനിന്നു. തെളിയിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. പക്ഷേ ആധുനിക കാലത്ത് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഒരു വലിയ വഴിത്തിരിവ് തന്നെയുണ്ടായി. പുരാവസ്തു ഗവേഷകർ ഈജിപ്തിൽ നിന്ന് പുരാതന രാജാക്കന്മാരുടെ നഷ്ടപ്പെട്ട ശവകുടീരങ്ങളും മമ്മികളും കണ്ടെത്തി. പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് ഇദ്ദേഹമാണ് മോശയുടെ കഥയിലെ ആ ഫറവോ എന്നാണ്. അവിശ്വസനീയമാം വിധം സംരക്ഷിക്കപ്പെട്ട ആ ശരീരം ഇന്ന് കെയ്റോ മ്യൂസിയത്തിലുണ്ട്. ആർക്കും പോയി കാണാവുന്നതാണ്. അപ്പോൾ നോക്കൂ, പുരാതന ഗ്രന്ഥത്തിലെ വാദം ആധുനിക ശാസ്ത്രം യാഥാർത്ഥ്യമാക്കി നമ്മുടെ കൺമുന്നിലെത്തിച്ചു. വിശ്വാസികൾക്കിത് ആ പ്രവചനം സത്യമായി എന്നതിന്റെ ശക്തമായ ഒരു ഉദാഹരണമാണ്. അതെ, ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ആ ശരീരം വരും തലമുറകൾക്കുള്ളൊരു അടയാളം ആയി മാറി. അപ്പോൾ ചരിത്രവും വിശ്വാസവും ശാസ്ത്രവും ഒരുമിച്ച് വരുമ്പോൾ അത് നമ്മളോട് പറയുന്നത് എന്താണ്? ഇതൊരു വലിയ ചോദ്യമാണ്. فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ